എറണാകുളം ബിഷപ്പ് ഹൗസിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തുന്ന വൈദികർക്ക് നേരെ പോലീസിന്റെ അതിക്രമം എന്നൊരു പരാതിയാണ് വാർത്തയായി വരുന്നത്. വിഷ്ണു സുരേഷ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ ഒരു പ്രേക്ഷകൻ, ഒരു പ്രിൻസ് ആണ് രാവിലെ തന്നെ ഇത്തരത്തിലൊരു ഒരു സംഭവം അവിടെ നടന്നു എന്ന് പറഞ്ഞത്. എന്താണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ക്രിസ്ത്യന, ഈ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ ഇന്നും അവിടെ സംഘർഷമുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ പോലീസ് അവിടെ ഇടപെട്ടു. പോലീസ് പക്ഷേ വൈദികരോട് ഏകപക്ഷീയമായി പെരുമാറി എന്നുള്ള ആരോപണമാണ് ഉയർന്നത്. 21 വൈദികരാണ് ബിഷപ്പ് ഹൗസിൽ പ്രതിഷേധം ഭാഗമായി പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നത്. ആ 21 വൈദികർക്ക് നേരെ പോലീസ് അതിക്രമം നടത്തിയെന്നാണ് അവരുടെ ആരോപണം. ഈ കൂരിയ ബിഷപ്പ് ഹൗസിൽ അനധികൃതമായി അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കാതെ കൂരിയമാരെ നിയമിച്ചതാണ് ഈ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധ യജ്ഞം നടത്തുന്ന വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ സഭ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം കടുപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആദ്യം വിശ്വാസികൾ ഏറ്റുമുട്ടുകയും പിന്നീട് അത് ഇടപെടാനെത്തിയ പോലീസുകാർ ഏകപക്ഷീയമായി പെരുമാറി എന്നൊരു ആരോപണം നിലവിൽ ഈ പ്രതിഷേധം നടത്തുന്ന വൈദികർ ഉന്നയിച്ചത്. തുടർന്നും പ്രതിഷേധം തുടരാനാണ് അവരുടെ തീരുമാനം. ഒരു പക്ഷേ ഈ വിഷയത്തിൽ അവർ പരാതി അടക്കം നൽകാനുള്ള സാധ്യതയുണ്ട്. 3 ദിവസമായി എറണാകുളം ബിഷപ്പ് ഹൗസിൽ ഈ പ്രാർത്ഥനാ യജ്ഞം തുടരുകയാണ്. അതിനിടയിൽ ഇടയ്ക്ക് വലിയ സംഘർഷങ്ങളും ഉണ്ടാകുന്നു. സഭ വീണ്ടും കലുഷിതമാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം. ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ